ഓണാക്കുന്നത് പറഞ്ഞാൽ ഈ പവർ ബട്ടൺ നമ്മൾ അപ്ലൈ ചെയ്യാം. പവർ ബട്ടൺ അപ്ലൈ ആകുമ്പോഴുണ്ടോ സാധനം അങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അതിലേക്കുന്നത്ത് മനയിലേക്കുള്ള ഇതിലാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. രാവിലെ തന്നെ നമ്മൾ മുളയങ്കാവ് നിന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടുന്തറ വഴി പേങ്ങാട്ടി വഴിയാണ് നമ്മൾ പോകുന്നത്. അടിപൊളി വ്യൂസാണ്. ഓപ്പോസിറ്റാണ് വണ്ടിയൊക്കെ വരുന്നുണ്ട് രാവിലെ. കണ്ണും ചീമ്പി കുറേ ആൾക്കാർ നടക്കാൻ വരുന്നുണ്ടേ. അവർക്കൊരു ലൈസൻസ് ഇല്ലാതെയാണ് ഒരു വരുന്നത്. അടിപൊളി വ്യൂകളാണ്, കണ്ടാസ്വദിക്കുക. അങ്ങനെ നമ്മൾ കൈലിയാട് ആനയുടെ റോഡിലേക്ക് കയറിട്ടോ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ മനോട് റോഡിലേക്ക് കയറി. ഇന്ന് രാവിലെ അതിരാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. പോയി നോക്കാം ബാക്കി വിശേഷങ്ങൾ അവിടെ പറഞ്ഞോ. ഇങ്ങനെയൊക്കെ പറയണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 1000 വർഷം പഴക്കമുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇത് നമ്മുടെ ഷൊർണൂരിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഏതാ സ്ഥലം എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ചെറുപ്പശ്ശേരിക്കും ഷൊർണൂരിനും ഇടയിലുള്ള കുളപ്പള്ളിക്കും ഇടയിലുള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് പോകാം. നമസ്കാരം. ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടപ്പോൾ പല ആൾക്കാരും പല ചോദ്യങ്ങൾ ചോദിക്കേണ്ടായി. ഇതിപ്പോൾ നിങ്ങൾ ക്യാമറ മാറ്റിയോ എന്നൊക്കെ രീതിയിൽ. എന്ന് വെച്ചാൽ അത്രയും ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരങ്ങനെ പറയുന്നത് പല ആൾക്കാരും. അപ്പോൾ ഞാൻ പൊതുവായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളുടെ ഒരു വീഡിയോ ക്ലിയറായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ റീച്ച് ആകുന്നതിനൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് നല്ല കണ്ടൻ്റ് ആയിരിക്കണം. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നല്ല വോയിസ് ക്വാളിറ്റി, അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി. അപ്പോൾ പല ആൾക്കാരും ചോദിക്കേണ്ടായി എങ്ങനെ നിങ്ങൾ വീഡിയോ ക്വാളിറ്റി ഒക്കെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ കണ്ണൂർ ട്രിപ്പൊക്കെ ഞങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ തന്നെ ഉണ്ട്. നിങ്ങളൊക്കെ അതൊന്ന് പോയി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഒരുപാട് വീഡിയോ പറ്റിയിട്ട് വീഡിയോ നന്നായിട്ടുണ്ടെന്നുകൊണ്ട് ഒരുപാട് കമൻസുകളും ഒരുപാട് കോൾസുകളും വന്ന് വിളിച്ച് പറയണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് അതിൻ്റെ ബാക്കിലുള്ള ഒരു രഹസ്യമെന്ന് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ക്യാമറ നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല.
ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗിംബൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഒരു ഗിംബൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനമാണ് വാങ്ങിയിട്ട് ഇങ്ങനെ നല്ലൊരു ബോക്സാണ് വരിക. ഇത് മോസ മിനി MX എന്ന് പറയുന്ന ഗിംബലാണ്. വളരെ ഒരുപാട് നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ട് എടുത്താണ് ഓൺലൈനിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇപ്പോഴല്ലാതെ ഓപ്പൺ ചെയ്യുന്നത്, നമ്മളിത് ഓപ്പൺ ചെയ്ത് 2-3 വീഡിയോസ് എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ വീഡിയോസൊക്കെ നമ്മൾ ഇതിനെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനൊരു ബോക്സ് വരും, നല്ല അടിപൊളി ബോക്സാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണെന്നുള്ളതെന്ന് വെച്ചാൽ ഇതാണ്, അതുപോലെ ഒരു കവറുണ്ട്. കവറ് നമുക്ക് അടിപൊളിയായിട്ട് നല്ല നമുക്ക് നല്ല ക്വാളിറ്റിയുള്ളൊരു സാധനമാണ്. പിന്നെ നമുക്കുള്ളത് ഇതിൻ്റെ കൂടെ 2 മാനുവൽസ് കണ്ടോ, യൂസേഴ്സ് മാനുവൽ, ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്ന മാനുവൽ. തൽക്കാലം അതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ കൂടെ വേറൊരു മാനുവലും ഉണ്ട്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് C ടൈപ്പ് കേബിളാണ് ഇതിനകത്ത് വരുന്നത്. ഇനിയാണ് നമ്മളുടെ മെയിൻ സാധനം, ഇതാണ് ഗിംബൽ. എൻ്റെ ഫോൺ എടുത്തേ. ഇത് മെയിനായിട്ട് ഇതാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു സ്ട്രിപ്പ് കൂടി ഉണ്ട് കേട്ടോ. സ്ട്രിപ്പ് നമുക്കിങ്ങനെ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രിപ്പ്, അടിപൊളി സ്ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഇത് നല്ല കണ്ടോ, ഒരു സ്മാർട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ പോക്കറ്റിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകാം. ഇതിങ്ങനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കവറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന വിധമാണ്, ഒന്ന് കാണിക്കാം. 1 2. പിന്നെ ഇവിടെയാണ് നമുക്ക് ലോക്ക് വരിക. ഇത് ലോക്ക് ഓപ്പൺ ആക്കുക. അതുപോലെ തന്നെ ഇതൊന്ന് ഓപ്പൺ ആക്കാം. എന്നിട്ട് നമ്മൾ ഫോൺ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പം നമ്മുടെ അടുത്തൊരു ഫോണുണ്ട്, ഇവിടെ ഒരു മാർക്കുണ്ട്. ഇതിൻ്റെ ക്യാമറ ഏത് ഡയറക്ഷനിലേക്കാണ് വേണ്ടത് എന്നതിൻ്റെ മാർക്കാണ്. ജസ്റ്റ് നമ്മളിതിൽ വയ്ക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാലൻസിങ് അല്ലാതെ നിൽക്കും. കറക്റ്റ് ബാലൻസിങ് ആക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ കറക്റ്റ് ബാലൻസിങ് ആക്കിയിട്ടില്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ മോട്ടറിനൊക്കെ കൂടുതൽ ലോഡ് വരും, അപ്പോൾ ഡാമേജ് ആകുമെന്നുള്ളൊരു ഇതേ ഉള്ളൂ. അല്ലാതെ ഇത് വർക്കിംഗ് കണ്ടീഷനോ വർക്കാവാതിരിക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഒരുപാട് സ്വിച്ചുകളാണുള്ളത്. ഒന്ന് ഈ പവർ ബട്ടൺ, ഇത് ഇങ്ങനെ മൊബൈൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ പവർ ബട്ടൺ ഓണാക്കുന്നത് പറഞ്ഞാൽ ഈ പവർ ബട്ടൺ നമ്മൾ അപ്ലൈ ചെയ്യുക. പവർ ബട്ടൺ ഓപ്പൺ ആകുമ്പോഴുണ്ടോ സാധനം അങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പൊസിഷൻ. ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുന്നത് ഈ ബട്ടൺ നമുക്കറിയാം, ജോയ്സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ടും താഴത്തോട്ടും ഒക്കെ അങ്ങനെ നമുക്ക് പോവും. നമ്മൾ കണ്ടോ, ഇത് സൂം ഇൻ സൂം ഔട്ട്, സൂം എത്ര വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ സൂം ഔട്ട്. ഇത് പവർ ബട്ടൺ കണ്ടോ, പവർ ബട്ടൺ ഓണാക്കാൻ നമ്മൾ ഇതാണ് ഉപയോഗിച്ചത്. ഇത് നമ്മളൊരു വട്ടം ജസ്റ്റ് പ്രസ് ചെയ്താൽ വീഡിയോ ഓണായി, വീഡിയോ ഓഫായി. നമ്മളിത് 2 വട്ടം ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ മോഡിലേക്ക് പോയി. ഇതാണ് ഇതിൻ്റെ. പിന്നെ 3ാമത്തെ മോഡ് എന്ന് പറഞ്ഞാൽ ഇത് 3 വട്ടം നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീൽ എടുക്കണമെങ്കിൽ ഇങ്ങനെ ആവാം. ഇനി യൂട്യൂബിൻ്റെ വീഡിയോ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ മോഡ് വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രിഗർ ബട്ടൺ ഉണ്ട്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ഒരു വട്ടം നമ്മൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ പാൻ ഫോളോ, ഫേസ് റെക്കഗ്നിഷൻ ഓണ്, അങ്ങനെ പല മോഡുകളിലും നമുക്ക് വർക്കാവും. ഇത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പാൻ ആൻഡ് ടിൽറ്റ് ഓൺ. പിന്നെ അതുപോലെ തന്നെ മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഗസ്റ്റർ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ മാജിക് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. നമ്മളെ ഫേസ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ വീഡിയോ ഓണാക്കിയാൽ നമ്മൾ പോകുന്നിടത്തേക്കൊക്കെ തന്നെ വന്നുകൊണ്ടേയിരിക്കും. കണ്ടോ, ഞാൻ വീഡിയോ തിരിക്കുന്നുമല്ലോ, ഒന്നും തൊടുന്നു പോകുന്നില്ല.
ഞാൻ എവിടേക്ക് പോകുന്നുണ്ടോ അവിടേക്കൊക്കെ താഴ്ത്തിക്ക് വന്നാൽ ഒക്കെ ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. കണ്ടോ, ഇതാണ് ഈ മോഡിൻ്റെ വ്യത്യാസം. ഞാനിങ്ങോട്ട് പോകുന്നു, അതിനനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഈ മോഡിൻ്റെ ഏറ്റവും വലിയ ഇത്. അതങ്ങനെ ഒരുപാട് നല്ല മോഡുകളുള്ള ഒരു ഗിംബലാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുന്നത്. മോസ മിനി വളരെ ചെറിയ കോസ്റ്റിലാണ് നിങ്ങൾക്കിത് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിയാൽ എന്തായാലും ഒരു വർക്ക്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ പതിരാക്കുന്നത്ത് മനയിൽ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതും കാണിക്കാം. കുറേ ആൾക്കാർ ചോദിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് കാണിക്കാമെന്ന് വെച്ചിട്ട് കാണിച്ചതാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.